2 ദിവസമായി വിചാരിക്കണു ഒന്ന് സിനിമയ്ക്ക് പോയാലോ എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും കൂടെ കെട്ടിപ്പറക്കിയ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാനുള്ള കാര്യം. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാണ്. കാരണം വെജിറ്റേറിയൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കൊക്കെ പണി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടി വിരാസത്തിലാണ് കേട്ടോ എപ്പോഴും ഫുഡ് കഴിക്കാൻ വരാറുള്ളത്. ഇവിടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുക, കണ്ണും പൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പവും പാൽക്കാന്താരി സ്റ്റൂ ആണ്. മാള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പം നല്ല കുറുകിയ കടലക്കറിയാണ് കേട്ടോ. എന്തൊരു രുചി അറിയോ പാൽക്കാന്താരി. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പാൽക്കാന്താരിയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, വെള്ളപ്പം തീർന്നതും അറിയില്ല. ഞാൻ എന്നിട്ട് 3 എണ്ണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മസാല ദോശയാണ്. വെറും മസാലയല്ല, ഓപ്പൺ ബട്ടർ മസാല ദോശയാണ്. അതൊന്നും ഞാൻ കൈയിട്ട് വാരിട്ടോ. അതിൻ്റെ ടേസ്റ്റും കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട്. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. ഓപ്പൺ ആയിട്ടാണ് ബട്ടർ മസാല ചെയ്യുന്നത്, അതായിരിക്കാം ആ പേര് വന്നിട്ടുണ്ടാവുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെ സദ്യയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല സദ്യയായിരുന്നു. നമ്മൾ ഇതിൻ്റെ മുന്നേയും സദ്യ കഴിച്ചപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുഡാണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആവും അവിടെ വന്ന് ഫുഡ് കഴിക്കും. നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിൽ ഒരു തവണെങ്കിലും പോയിട്ടൊന്ന് ഫുഡ് കഴിച്ചു നോക്കൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ തിയേറ്ററിലെത്തി കുറച്ച് പോപ്കോൺ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സിനിമയൊക്കെ തുടങ്ങി. ഒന്നും പറയാനില്ല, കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. കുറേ ചിരിക്കാം, കുറേ കരയാം, കുറേ ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. മുത്തശ്ശി ഇതാ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു.